ഗണേഷയുടെ കഴിഞ്ഞ ദിവസം വലിയൊരു പ്രഖ്യാപനം UDF നടത്തി. ഈ KSRTC ബസ്സുകൾ സൗജന്യ യാത്ര എന്നുള്ളതാണ്. അത്ര ലാഭത്തിൽ KSRTC ആയോ? ഇല്ല, ലാഭത്തിലൊന്നും ആയിട്ടില്ല. KSRTC ദൈനംദിനമുള്ള വരുമാന നഷ്ടം കുറയ്ക്കുകയും പിന്നെ KSRTC ദൈനംദിനം ചെലവിനേക്കാൾ കൂടുതൽ വരവ് നേടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് KSRTCക്ക് 10,270 അതിൽ കൂടുതൽ കടങ്ങളും പല ബാധ്യതകളും പല സ്ഥലത്തുമുണ്ട്. ജീവനക്കാരുടെ പെൻഷൻ പറ്റിയവരെ പൈസ കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് ലൈബിലിറ്റി ഉണ്ട്. പിന്നെ MICT ലൈബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ തീർത്ത് നമ്മളിതിനെ കരകയറ്റി 1-ാം തീയതി ശമ്പളം കൊടുത്തും പിന്നെ ഒരു നഷ്ടമില്ലാതെ എല്ലാ യൂണിറ്റുകളും നടത്തിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് KSRTC ജീവനക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. വഴിയെ പോകുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞ് അത് കൊടുക്കാം ഇത് കൊടുക്കാമെന്ന് പറയാമെന്നുണ്ടായത് ഇത് ഒരു 2 മാസം ഈ പറയുന്ന ആനുകൂല്യം നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ KSRTC പിന്നെ ശമ്പളം ഉണ്ടാവില്ല, KSRTC ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. KSRTCയുടെ സ്ഥിതി എനിക്കറിയാവുന്നതൊക്കെ അവർക്ക് അറിയത്തില്ല. വെളിയിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറയാം. കർണാടകത്തിൽ എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയി എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തു സ്ത്രീകൾക്കെല്ലാം. ഇപ്പോൾ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടുത്ത നഷ്ടത്തിലും പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാനത് കണ്ടതാണ്. അപ്പോൾ അതുപോലെ ഇത് അത്ര പോലും സമയം ഉണ്ടാവില്ല. ഇത് 1 മാസം പോലും പോവില്ല. കാരണം ഇത് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഇലക്ഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് പൊതു ഖജനാവിലെ പണം എടുത്ത് ദൂർത്തടിച്ച് വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. ഇവർ നേരത്തെ പറഞ്ഞല്ലോ, ഈ 2,000 രൂപ 1,600 രൂപ 2,000 രൂപയാക്കി കൊടുത്തതെന്ന് പറഞ്ഞ് പിണറായി സർക്കാർ കൈക്കൂലി കൊടുത്തെന്നാണ് പറഞ്ഞത് ജനങ്ങൾക്ക്. അതേ അഭിപ്രായമല്ലേ 3,000 ആക്കി കൊടുക്കാമെന്ന് പറയുമ്പോഴും. ഇവർ പറഞ്ഞതല്ലേ ഉള്ളൂ. UDF സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു, 500 രൂപ 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ആ 100 രൂപയുടെ വർധനവ് 18 മാസം കൈമാറിയില്ല. 18 മാസം കൈമാറാതെ അവർ അധികാരത്തിൽ നിന്ന് പോയതിന് ശേഷം ബാക്കി കൊടുത്തതും പിന്നെ വർദ്ധിപ്പിച്ച് 1,600 ആക്കിയതും അത് 2,000 ആക്കിയതും 1ഉം 2ഉം പിണറായി സർക്കാരാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ കൈക്കൂലിയാണെന്ന് പറയുക, ഇത് പറയുമ്പോൾ നല്ലതാണെന്ന് പറയുക. അത് രണ്ടും ശരിയല്ല. KSRTCക്ക് ഇത് താങ്ങാൻ പറ്റത്തില്ല. കാരണം നിലവിലുള്ള ആനുകൂല്യങ്ങൾ എനിക്ക് തോന്നുന്ന ഈ മീഡിയ പേഴ്സണ് കൊടുക്കുന്ന പാസുകൾക്ക് മാത്രമാണ് KSRTC റീഇംബേഴ്സ്മെൻറ്റ് PRDയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. ബാക്കി എല്ലാ സൗജന്യങ്ങളും കുട്ടികളുടെ സൗജന്യം അടക്കം ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അതിന് 10,000 കോടി രൂപ KSRTC കൊടുത്തിട്ടുണ്ട്. അതൊരു മാസം 50 കോടി രൂപ ശമ്പളം കൊടുക്കാനും ഏതാണ്ട് 74 കോടി രൂപ പെൻഷൻ കൊടുക്കാനുമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. അത് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം ഇതിൽ കൂടുതൽ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? അത് കൊടുക്കുന്നുണ്ടല്ലോ, കൺസെഷൻ കൊടുക്കുന്നുണ്ടല്ലോ. ഇല്ല, അത് കിട്ടേണ്ട കാര്യമില്ല. കാരണം തന്നെ അത് നമ്മൾ കണക്കാക്കുന്നത് വെച്ചാൽ ഒരു ബസ്സിനകത്ത് 2-3 യാത്രക്കാർ കൂടുതൽ വരില്ല. പിന്നെ ഒരു 2, 5, 10 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാറുണ്ട്. അത് കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് കീമോതെറാപ്പിക്ക് പോകുന്നവർക്കും റേഡിയേഷന് പോകുന്നവർക്കും അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും അവർ പോകുന്ന ആശുപത്രിയിലേക്കാണ് സൂപ്പർ ഫാസ്റ്റ് മുതൽ ഇങ്ങോട്ട് കൺസെഷൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. അതൊരു ചെറിയ സംഖ്യയുള്ളൂ. കാരണം ഒരു ബസ്സിൽ ഒരു 10 ബസ് പോകുമ്പോൾ ചിലപ്പോൾ ഒരാളെ കാണുള്ളൂ. കാരണം നമ്മൾ 2,000-ഓളം 3,000-ഓളം അപേക്ഷ കിട്ടി. അതിൽ 2,600 എണ്ണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ്. അത് ആ രോഗം മാറുമ്പോൾ രോഗം ഭേദപ്പെടട്ടെ എന്നാണ്. ഞങ്ങളതിനകത്ത് ക്യാൻസർ കാർഡൊന്നും എഴുതിയിട്ടില്ല, ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് കാർഡിൻ്റെ പേര്. ആ അസുഖം മാറിയെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുമ്പോൾ ഇത് തീർന്നു, അടുത്ത ആളിനാവും. നല്ല സ്വന്തമായി കാറുള്ള ഒരു സ്ത്രീ നാളെ ബസ്സിൽ കയറി എറണാകുളത്തേക്ക് പോകുന്നു, ഫ്രീ ആണോ? അതെന്ത് പാവപ്പെട്ടവരോടുള്ള സമീപനമാണത്? അതിന് ആവശ്യം എന്താണ്? നിങ്ങൾ തന്നെ പറയും, ജനങ്ങൾ പറയട്ടെ. നല്ല കാറുണ്ട്, എൻ്റെ വീട്ടിൽ ബെൻസ് കാർ കിടപ്പുണ്ട്, എൻ്റെ വീട്ടിലെ സ്ത്രീകളെല്ലാം ഇതിൽ കയറി ഫ്രീ ആയിട്ട് പോകും എന്ന് പറഞ്ഞാൽ എന്താ? പല റേറ്റില്ലേ. ഇപ്പോൾ ബാംഗ്ലൂരേക്ക് പോകണം, 2,000 രൂപയോളം ടിക്കറ്റ് ഫെയർ വരും വണ്ടിക്ക്, AC വണ്ടിക്കൊക്കെ. അത് ഫ്രീ ആക്കി കൊടുത്താൽ ആര് കൊടുക്കുന്ന പറഞ്ഞു? കർണാടകത്തിൽ നശിപ്പിച്ചു. അത് ഇവിടെ ഇനി ഇത് രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 മാസമായിട്ട് ഇത് ഒരുവിധം പച്ച പിടിച്ച് വരുന്നു. നമുക്കെല്ലാവർക്കും, മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും KSRTC ജീവനക്കാർക്കും സംതൃപ്തിയും സന്തോഷവും നൽകുന്നൊരു വാർത്തയാണ് KSRTCയുടെ ഉയർച്ച. അത് കഠിനാധ്വാനമാണ്. ആ ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വളരെ നമ്മൾ കൊടുക്കുന്ന എന്ത് നിർദ്ദേശവും അവർ ശക്തമായി നടപ്പിലാക്കുന്ന അവരെ കഠിനാധ്വാനമാണ്, അവരെ നല്ല പെരുമാറ്റമാണ്. കഷ്ടപ്പെട്ട് അവരത് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുമ്പം ഈ നമ്മളെ നാട്ടിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ പണ്ടും പറയാറുണ്ട്, ഈ വഴി കിടക്കുന്ന തേങ്ങ എടുത്തിട്ട് ഗണപതിക്ക് അടിച്ച് വെച്ച് എന്നെ രക്ഷിച്ചോണ്ടേന്ന് പറയരുത്. ഇത് നാട്ടുകാരെ കരം കൊടുക്കുന്ന കാശാണ്, അതെടുത്ത് അടിക്കരുത്. കാരണം നമ്മൾ കാശ് കൊടുത്തൊരു തേങ്ങ വാങ്ങിച്ച് മഹാഗണപതിക്ക് അടിച്ചാൽ മോക്ഷം കിട്ടും. അല്ലാതെ ദൈവത്തിനുള്ള വഴിപാട് പോലും കണ്ടവൻ്റെ പോക്കറ്റ് അടിച്ച് വെച്ച് ഇടാം എന്ന് തീരുമാനിക്കുന്നത് ഒരു മര്യാദയില്ലാത്ത കാര്യമാണ്. ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നടപ്പാക്കാൻ പറ്റുന്നതും അന്തസ്സുള്ളതുമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണം. ഞാൻ ചോദിച്ചല്ലോ, ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഒരു പക്ഷേ ഒരു സൗജന്യ ആവശ്യം ഉണ്ടായിരിക്കും. പക്ഷേ നല്ല സമ്പന്നയായ ഒരു സ്ത്രീക്ക്, സർക്കാർ ഉദ്യോഗമുള്ള ഒരു സ്ത്രീക്ക് സൗജന്യ യാത്രയുടെ ആവശ്യമുണ്ടോ? സർക്കാരിൽ ജോലിയുള്ള ഒരു നല്ല വരുമാനമുള്ള ഒരാൾക്ക് 40,000 രൂപയ്ക്ക് മേൽ മാസ ശമ്പളം വാങ്ങുന്ന ഒരാളിന് നിങ്ങൾ സൗജന്യ യാത്ര ബസ്സിൽ നൽകേണ്ടതുണ്ടോ? അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ BPL കാർഡുള്ളവർക്കെന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആണെന്നാണ് പറയുന്നത്. ഇതാരെ പറ്റിക്കാനാണ്? അല്ല, അത് ഞാനത് പറഞ്ഞല്ലോ, 1,600 രൂപയിൽ നിന്ന് 2,000 ആക്കിയപ്പം ഇതേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ്, ഇത് കൈക്കൂലിയാണ് ജനങ്ങൾക്കെന്ന്, വോട്ട് കിട്ടാൻ.
വോട്ട് കിട്ടാനുള്ള കൈക്കൂലിയല്ല. LDF പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമായിരുന്നു അത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? 3000 കൊടുക്കാം. അപ്പോൾ അത് അതിലും വലിയ കൈക്കൂലിയാണല്ലോ അങ്ങനെയാണെങ്കിൽ. പറയുമ്പോൾ ഇത് നാളെ നമ്മളെ നേരെയും വരുമെന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കുന്നല്ല. ഇതൊക്കെ കൊടുക്കാനല്ല. ഞാൻ പറഞ്ഞല്ലോ, 600 രൂപ 500 രൂപയിൽ നിന്ന് 600 രൂപയാക്കി കൊടുത്ത സർക്കാർ 18 മാസവും 5 പൈസ പോലും വർദ്ധിപ്പിച്ച് കൊടുക്കാതെ, ഈ 500 കൊടുത്തില്ല 600 കൊടുത്തില്ല, കൊടുക്കാതെ അത് മുഴുവൻ കുടിശ്ശികയിട്ട് ഇറങ്ങിപ്പോയ ഒരു സർക്കാർ അവരിനി വന്നതിന് ശേഷം 3000 കൊടുക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്കും അരിയാഹാരം കഴിക്കാത്തവരാണോ? അതുകൊണ്ട് അത് വലിയ പ്രസക്തിയൊന്നുമുള്ള കാര്യമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുഴപ്പമില്ല, വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. മനോരമ പത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് കാര്യം. NSSൻ്റെ കാര്യങ്ങൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി തീരുമാനിക്കും. പത്തനാപുരം താലൂക്ക് NSS യൂണിയനിൽ ഒരു കുഴപ്പവുമില്ല. ബാലകൃഷ്ണപിള്ള 64 വർഷം കൊണ്ട് കെട്ടിപ്പടുത്തതാണ്. ആരുടെയും പിരിവെടുത്തുണ്ടാക്കിയതല്ല. എൻ്റെ അച്ഛൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്തിട്ടാണ് കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ, പറയുമ്പോൾ തോന്നരുത്, ഈ താലൂക്ക് യൂണിയൻ ഉണ്ടാക്കിയെടുത്തത്. അത് അടിച്ചു മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടായിരിക്കും, അത് അവരോട് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കണ്ട. കാരണം അവിടെ NSSലോ നായന്മാരുടെ ഇടയിലോ യാതൊരു പ്രശ്നമില്ല. തെരഞ്ഞെടുപ്പ് വരെയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാനാണ് സ്ഥാനാർത്ഥി, ഞാൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്. അപ്പോൾ അത് അന്തഃഛിദ്രം ഉണ്ടാക്കാൻ ചില രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ ചില രാഷ്ട്രീയം, അത്രയേ ഉള്ളൂ. വേറെ അതായിക്കോട്ടെ. അപ്പം ഞാൻ അങ്ങനെ മരിക്കുന്നവരെ കസേരയിൽ ഇരിക്കാൻ വന്ന ആളാണ്. ഏത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്? എൻ്റെ അച്ഛൻ മാത്രമേ മരിക്കുന്നവരെ ഇരിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒട്ട് പറ്റത്തുമില്ല. അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളില്ല, അതൊക്കെ വലിയ സംഭവമാണ്. പ്രസിഡന്റ് എങ്ങോട്ട് പോയാൽ പ്രസിഡന്റ് പാവപ്പെട്ടവർക്ക് പട്ടയം കൊടുക്കാൻ പോയി, അതുകൊണ്ട് വൈസ് പ്രസിഡന്റിനെ വെച്ച് യോഗം ചേരാമല്ലോ, അതല്ലേ ബൈല. അതിനെന്താ കുഴപ്പമെന്താ? കുഴപ്പമെന്താ? പ്രസിഡന്റ് എവിടെ പോയത്? പ്രസിഡന്റ് കാപ്പ് കുടിക്കാൻ പോയതല്ല. കമൂഞ്ചേരിയിലെ 100 കണക്കിന് പട്ടയം കിട്ടാത്ത പാവങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ കിട്ടാതെ പോയ പട്ടയം വാങ്ങിക്കൊടുക്കാനാണ് ഗണേഷ് കുമാർ പോയത്. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കേണ്ട. ഞാനൊരു നല്ല കാര്യത്തിനാണ് പോയത്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എത്താൻ അരമണിക്കൂർ താമസിച്ചാൽ വൈസ് പ്രസിഡന്റ് വെച്ച് നടത്താം. പക്ഷേ ഇതിന് മുമ്പ് 2-3 മണിക്കൂർ ഞാൻ അവിടെ ചെന്നവരെയും കാത്തിരുന്നിട്ടുണ്ട്, അത് മറക്കണ്ട. എനിക്ക് അങ്ങനെയുള്ള ഈഗോ പ്രശ്നങ്ങളൊന്നും ആളല്ല. ഇത് രാഷ്ട്രീയം, ഇത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. ഈ നായന്മാരുടെ ഇടയിൽ എന്തോ അന്തഃഛിദ്രമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ. കാരണം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അല്ലേ, അപ്പോൾ ആൾക്കാർ സ്നേഹം കാണിച്ചാലോ എന്ന് പേടിച്ച് തിരഞ്ഞെടുപ്പല്ലേ, അത് കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. എന്തോ ആര് മർദ്ദിച്ചു? ഞാൻ മർദ്ദിച്ച? ആരും മർദ്ദിച്ചില്ല. ഒരു മർദ്ദനവും നടന്നില്ല. ഞാനാണോ മർദ്ദിച്ചു? നിങ്ങൾ കണ്ടോ? എൻ്റെ സ്റ്റാഫ് എവിടെ? എൻ്റെ ഏത് സ്റ്റാഫ്? എൻ്റെ സ്റ്റാഫിൻ്റെ പേര് പറ. എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പേര് പറ. ഈ മർദ്ദിച്ചു എന്ന് പറയുന്ന ആളും മർദ്ദിച്ചപ്പെട്ട ആളും എൻ്റെ പാർട്ടിക്കാരാണ് രണ്ടുപേരും. അത് NSS ഒന്നും അതിന് ബന്ധമൊന്നുമില്ല. NSSനെ അതിനകത്ത് വലിച്ചഴിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു വക്രബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയമാണ് പത്തനാപുരത്ത്. അതിവിടെ വില പോവുകയില്ല. അതിനുവേണ്ടി ശ്രമിക്കേണ്ട. കാരണം അത് കുറച്ചുകൂടെ പ്രശ്നം. നേരത്തെ മത്സരിച്ച താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റെ മകനായിരുന്നു, ഇപ്പോൾ മത്സരിക്കുന്ന താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്. അപ്പോൾ അതിന് മുമ്പ് ഇയാളെ മാറ്റി നിർത്തിയാൽ വോട്ട് കിട്ടത്തില്ലാന്നോ? എനിക്ക് തന്നെ വോട്ട് ചെയ്യും എല്ലാവരും. ജാതി മത വ്യത്യാസമല്ല, എനിക്ക് തന്നെ വോട്ട് ചെയ്യും. ഞാൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും, സംശയം നിങ്ങൾക്ക് വേണ്ട.